ആലുവ മണപ്പുറത്ത് കർക്കിടക വാവ് ബലിതർപ്പണം പുരോഗമിക്കുകയാണ്. പുലർച്ചെ മുതൽ പിതൃകർമ്മങ്ങൾ തുടങ്ങി. മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ആലുവ മണപ്പുറത്ത് എങ്ങനെയാണ് ഇപ്പോൾ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? ദേവിക, ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വലിയൊരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഓരോ ബലിത്തറകൾക്ക് മുന്നിലും നിരവധി പേരാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നത്. ഓരോരുത്തരും വിദൂര ദേശങ്ങളിൽ നിന്ന് കൂടി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. 61 ബലിത്തറകളാണ് ഈ ആലുവ മണപ്പുറത്ത് സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ 61 ബലിത്തറകൾക്ക് മുന്നിലും ക്യൂ രൂപപ്പെട്ട് കഴിഞ്ഞു. അത്രയധികം ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. എല്ലാ വർഷവും ഇവിടെ വന്ന് എത്തിച്ചേരുന്ന നിരവധി പേരുണ്ട്. അവർ ഇത്തവണയും എത്തിയിട്ടുണ്ട്. മഴ ഉണ്ടായിരുന്നു, അതായത് രാവിലെ മുതൽ കനത്ത മഴ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇടവിട്ട് ചാറുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിൽ ചെളിയൊക്കെ നിറഞ്ഞുകൊണ്ട് ഒരവസ്ഥയുണ്ട് ഇവിടെ. അത്തരൊരു ബുദ്ധിമുട്ട് നിലവിൽ നേരിടുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ടേക്ക് ക്ഷേത്രമുറ്റത്തേക്ക് വരുന്ന വഴിയിൽ മെറ്റലൊക്കെ പാകി അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ മണപ്പുറം ഭാഗത്ത്, അതായത് ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്ന അല്ലെങ്കിൽ നടക്കുന്ന തറയോട് ചേർന്നുള്ള ബലിത്തറകളോട് ചേർന്നുള്ള പ്രദേശത്ത് ആ ഭാഗത്ത് വലിയ രീതിയിൽ ചെളിക്കുണ്ടാണ്. ഇത് കടന്നെത്തി വേണം ഭക്തര് ഈ ബലിതർപ്പണ ചടങ്ങുകളൊക്കെ തന്നെ നടത്താനായിട്ട്. അന്തരീക്ഷം മൂടപ്പെട്ട ഒരവസ്ഥയിൽ തന്നെയാണ്. നമുക്കറിയാം, ആലുവ മണപ്പുറം അല്ലെങ്കിൽ ആലുവ ശിവക്ഷേത്രം എന്ന് പറയുന്നത് പുരാതന ശിവക്ഷേത്രമാണ്. അതോടൊപ്പം തന്നെ ഈ ബലിച്ചടങ്ങുകൾക്ക്, അതായത് പിതൃമോക്ഷത്തിന് വേണ്ടിയിട്ട് നിരവധി പേർ ആ വിശ്വാസപ്രകാരം ഇവിടെ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ആലുവ ശിവക്ഷേത്രം. അതോടൊപ്പം തന്നെ മറ്റൊരു ഐതിഹ്യം കൂടി ആലുവ മണപ്പുറത്തോട് അനുബന്ധിച്ചുണ്ട്. അതായത് പക്ഷിശ്രേഷ്ഠനായ ജഡായുവിന് അന്ത്യകർമ്മങ്ങൾ ശ്രീരാമ ഭഗവാൻ നടത്തിയത് ഇവിടെ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് അന്ത്യകർമ്മങ്ങൾ, അതോടൊപ്പം തന്നെ ഏതെങ്കിലും ബലിതർപ്പണ ചടങ്ങുകളൊക്കെ തന്നെ നടത്തിക്കഴിഞ്ഞാൽ വിശേഷാൽ ഒരു പിതൃമോക്ഷം കിട്ടുമെന്നുള്ളതാണ് ഒരു വിശ്വാസവും അതോടൊപ്പം തന്നെ ഐതിഹ്യവും. അതുകൊണ്ട് തന്നെ നിരവധി പേർ ഇവിടേക്ക് ചേരുന്നുണ്ട്. രാവിലെ പുലർച്ചെ 2:30 തന്നെയാണ് ഇവിടുത്തെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ക്ഷേത്രം മേൽശാന്തിയായിട്ടുള്ള മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയാണ്. അതിനുശേഷം ഈ ഓരോ ബലിത്തറകൾക്ക് മുന്നിലും ശാന്തിമാരുണ്ട്, ഈ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെയാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത്. എന്തായാലും ഈ നടപ്പാലം കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ആൽത്തറ റോഡ് വഴി കേന്ദ്രീകരിച്ചുമാണ് ഈ ഭക്തരുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നത്. കാരണം ഇവിടങ്ങളിൽ കൃത്യമായിട്ട് പോലീസിനെ വിന്യസിച്ചുകൊണ്ടും മറ്റു വോളണ്ടിയേഴ്സിനെ വിന്യസിച്ചുകൊണ്ടുമാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 500 പേർക്ക് ഒരേ സമയത്ത് തന്നെ ആലുവ ശിവക്ഷേത്രത്തിൽ ഈ തൊഴാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള തർപ്പണ ചടങ്ങുകൾക്ക് പുറമെയാണ് കർക്കിടക വാവ് ബലി. അതുകൊണ്ട് തന്നെ നേരത്തെ ആഴ്ചകൾക്ക് മുന്നേ ഇവിടെ ഇതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാറുണ്ട്. എന്തായാലും ഈ ഭക്തരുടെ ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. ഒരു ഉച്ചവരെ സമാനമായിട്ടുള്ള ഒഴുക്ക് തന്നെയായിരിക്കും ഉണ്ടാകുക. കടുത്ത നിയന്ത്രണങ്ങൾ, അതായത് ഗതാഗത നിയന്ത്രണം അടക്കം പോലീസ് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ദേവിക.